അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് അൽഹംദുലില്ലാഹ് ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. അർജുനൻ്റെ ലോറിയും അർജുനനെയും കണ്ടെത്തും എന്ന പ്രത്യാശയോടുകൂടെ തെരച്ചിൽ തുടരുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഡ്രഡ്ജർ എത്തി തെരച്ചിൽ ആരംഭിച്ചു. നമുക്ക് ശുഭപ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ തെരച്ചിൽ കൊണ്ടുണ്ടായിട്ടുള്ളത്. ലോറിയുടെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഭാഗങ്ങൾ സത്യമാണെന്ന് ലോറിയുടെ ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇപ്പം മണ്ണ് നീക്കി സ്വാഭാവികമായിട്ടും ലോറിയുടെ അടിഭാഗം ഉയർത്തി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ആ ശ്രമങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. നല്ല സാഹചര്യമാണ്, നല്ല കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥയിൽ എല്ലാ നിലക്കും അർജുനൻ ജീവനോടെ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് യഥാർത്ഥത്തിൽ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സർവശക്തനായ ദൈവത്തിന്, അള്ളാഹുവിന് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ കഴിവുള്ളവനാണല്ലോ. തീർച്ചയായിട്ടും ഈ തെരച്ചിലിൽ അർജുനനെ ജീവനോടുകൂടെ തന്നെ കണ്ടെത്താൻ കഴിയട്ടെ. മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് വെള്ളം സൂക്ഷിച്ചിരുന്ന ക്യാബിനകത്ത്, ലോറിയുടെ ക്യാബിനകത്ത് ഉണ്ടായിരുന്ന ഈ സ്റ്റാൻഡാണ്, വെള്ളം സൂക്ഷിച്ചിരുന്ന സ്റ്റാൻഡാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളതെന്നും അത് സത്യമാണെന്ന് മനാഫ് സമ്മതിക്കുകയും ചെയ്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും അതിനകത്ത് തന്നെയായിരിക്കണം അർജുനനും ഉണ്ടാവേണ്ടതാണ്. തീർച്ചയായിട്ടും അർജുനൻ്റെ വ്യക്തമായ, അർജുനൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നത് വ്യക്തമായിട്ടും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും തെരച്ചിൽ ഊർജിതപ്പെടുത്തുന്നു. തെരച്ചിൽ ഒരിക്കലും വിഫലമാവരുത് എന്ന് ലോകത്തിൻ്റെ മൊത്തം പ്രാർത്ഥനയുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് സർവശക്തനോട്. ആ സർവശക്തനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവാത്ത ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവൻ്റെ മുമ്പിൽ മറ്റെല്ലാമാണ് ദുർബലമായിട്ടുള്ളത്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ സാധ്യതയുള്ള ആ സൃഷ്ടാവ് തീർച്ചയായിട്ടും ഈ തെരച്ചിൽ, ഈ കണ്ണുനീര്, മനുഷ്യരുടെ കണ്ണുനീര് കുടിപ്പിക്കുന്നവനല്ല, ആ കണ്ണുനീരിനെ ആശ്വസിപ്പിക്കുന്നവനാണ് അവൻ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആ കണ്ണീരൊഴുക്കിക്കൊണ്ട് ദൈവത്തോടുള്ള ആ പ്രാർത്ഥന ശരിക്കും ദൈവം സ്വീകരിക്കുമാറാവട്ടെ. മാത്രമല്ല, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തെരച്ചിലിനിടയിലെ ഓരോ സാഹചര്യങ്ങളും ഓരോ നിമിഷം വരെ ലോകം പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തെരച്ചിൽ വെറുതെയാവില്ല. തീർച്ചയായിട്ടും രണ്ടാലൊന്ന് തിരിച്ചറിയാൻ കഴിയും എന്ന ഒരു പ്രത്യാശ തുടരുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രതീക്ഷയോടുകൂടെയും പ്രത്യാശയോടുകൂടെയുമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർമിയും അതോടൊപ്പം തന്നെ തെരച്ചിൽ മുങ്ങൽ വിദഗ്ധന്മാരും ഡ്രഡ്ജർ വർക്ക് ചെയ്യുന്ന വിദഗ്ധന്മാരും എല്ലാവരും സംയുക്തമായി ഒത്തൊരുമിച്ചുകൊണ്ട് അർജുനനെ കണ്ടെത്താൻ, അർജുനൻ്റെ ലോറി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ മണിക്കൂറുകൾ കൊണ്ട് ഈ സംഭവം നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയും. തീർച്ചയായിട്ടും ഇതോടുകൂടെ, ഈ തെരച്ചിലോടുകൂടെ തീർച്ചയായിട്ടും അർജുനൻ്റെ അധ്യായം തന്നെ യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ഒരു നാലാം ഘട്ട തെരച്ചിൽ, ഇപ്പോൾ മൂന്നാം ഘട്ട തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു നാലാം ഘട്ട തെരച്ചിൽ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ മൂന്നാം ഘട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ അർജുനനെ ലഭിക്കുമാറാവട്ടെ. യാതൊരു പരുക്കും കൂടാതെ അർജുനനെ ആ കുടുംബത്തിന് ലഭിക്കുമാറാവട്ടെ എന്ന പ്രത്യാശയോടും പ്രാർത്ഥനയോടും കൂടെ ഇനിയും പുതിയ പുതിയ വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.